ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് മനുഷ്യന്റെ ചിന്താശേഷിയും ബുദ്ധിയും കമ്പ്യൂട്ടറുകളിലൂടെയും മെഷീനുകളിലൂടെയും പ്രാവർത്തികമാക്കുന്ന സാങ്കേതിക വിദ്യയാണ്. വിവരശേഖരണം, പ്രശ്നപരിഹാരം, ഭാഷാ പരിഭാഷ, സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ലോകമെമ്പാടും വൻ മാറ്റങ്ങളാണ് ഈ മേഖല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപയോക്താക്കൾ നൽകുന്ന ചെറിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പുതിയ വിവരങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, കോഡുകൾ എന്നിവ സ്വയം നിർമ്മിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ലോകത്തെ AI മേഖല പ്രധാനമായും വമ്പൻ ടെക് കമ്പനികളുടെയും ബില്യൺ ഡോളറുകൾ നിക്ഷേപിച്ചിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെയും കൈകളിലാണ് നിലവിൽ. ഈ സാഹചര്യത്തിൽ ഒരു മുനിസിപ്പാലിറ്റി ഒരു AI മോഡൽ വികസിപ്പിച്ചു എന്നും ആ AI മോഡൽ ബെഞ്ച്മാർക്ക് പരീക്ഷണങ്ങളിൽ വമ്പൻ കമ്പനികളുടെ മോഡലുകളെ മറികടന്നു എന്നുമുള്ള വാർത്തകളാണ് ആരെയും അമ്പരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോ നഗരസഭ പുറത്തിറക്കിയ പുതിയ AI മോഡൽ ടെക് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. റിയോ 3.5 ഓപ്പൺ 397B എന്ന് പേരിട്ടിരിക്കുന്ന ഈ മോഡൽ ചില പ്രമുഖ ഓപ്പൺ സോഴ്സ് മോഡലുകളെയും പഴയ തലമുറ ക്ലോസ്ഡ് മോഡലുകളെയും ബെഞ്ച് മാർക്ക് പരീക്ഷണങ്ങളിൽ മറികടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. റിയോ നഗരത്തിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളും പൊതുസേവനങ്ങളും കൈകാര്യം ചെയ്യുന്ന പ്ലാൻ റിയോ എന്ന മുനിസിപ്പൽ IT സ്ഥാപനമാണ് ഈ മോഡൽ വികസിപ്പിച്ചത്. 397 ബില്യൺ പാരാമീറ്ററുകളുള്ള മോഡൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നേട്ടത്തിന് പിന്നിൽ മറ്റൊരു ശ്രദ്ധേയ കാര്യമുണ്ട്. പൂർണ്ണമായും പുതിയ AI മോഡൽ നിർമ്മിക്കുകയും പരിശീലിപ്പിക്കുകയും അല്ല റിയോയുടെ സംഘം ചെയ്തത്. പകരം ചൈനീസ് ടെക് ഭീമനായ ആലിബാബ വികസിപ്പിച്ച ക്വെൻ എന്ന ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷൻ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ AI മോഡൽ വികസിപ്പിച്ചിരിക്കുന്നത്. ക്വെന്നിനെ അടിസ്ഥാനമാക്കി തങ്ങളുടെ AI മോഡലിനെ കൂടുതൽ പരിശീലിപ്പിക്കുകയും അധിക ഒപ്റ്റിമൈസേഷനുകളും റീസണിംഗ് എന്ന ഫ്രെയിംവർക്കും ചേർത്ത് മെച്ചപ്പെടുത്തുകയും ചെയ്താണ് പുതിയ പതിപ്പ് പുറത്തിറക്കിയത്. അമേരിക്കയിലെ പുതിയ AI നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റിയോ ഡി ജനീറോ നഗരസഭയുടെ ഈ നീക്കം കൂടുതൽ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആന്ത്രോപിക് കമ്പനിയുടെ ഏറ്റവും പുതിയ ക്ലോഡ് ഫാബിൾ 5, ക്ലോഡ് മിത്തോസ് 5 മോഡലുകൾ വിദേശ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ആന്ത്രോപിക് ഈ മോഡലുകളിലേക്കുള്ള പ്രവേശനം ആഗോളതലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത്തരം സാഹചര്യത്തിൽ റിയോയുടെ നീക്കം AI വികസനത്തിന്റെ ഭാവി ദിശയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തെളിച്ചിരിക്കുകയാണ്. അത്യാധുനിക AI മോഡലുകൾ നിർമ്മിക്കാൻ വൻ സാമ്പത്തിക ശേഷിയും കമ്പ്യൂട്ടിംഗ് ശക്തിയും ആവശ്യമാണ്. എന്നാൽ നിലവിലുള്ള ശക്തമായ ഓപ്പൺ സോഴ്സ് മോഡലുകളെ പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നത് കൂടുതൽ പ്രായോഗിക മാർഗമാണെന്ന് റിയോയുടെ ഉദാഹരണം സൂചിപ്പിക്കുന്നു. റിയോയുടെ പരീക്ഷണം വിജയകരമാകുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള സർക്കാരുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കമ്പനികളും സമാന മാതൃക പിന്തുടരാൻ സാധ്യതയുണ്ട് എന്ന് ടെക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതോടെ അമേരിക്കൻ കമ്പനികളുടെ ഉടമസ്ഥാവകാശം മോഡലുകൾക്ക് പകരം ഓപ്പൺ സോഴ്സ് AI പരിസ്ഥിതിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു.